بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൽ യഥാവിധം പുലർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ചിട്ടപ്പെടുത്തുവാൻ എന്നോടെന്ന പോലെ ദീനിൻ്റെ പേരിൽ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ശൈത്താൻ്റെ വലകൾ എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങളിവിടെ ഉണർത്തുകയും വിവരിക്കുകയും ചെയ്യുന്നത്. ശൈത്താൻ നന്മകളിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ശതുന എന്ന ക്രിയയിൽ നിന്ന് ഉള്ള ശൈത്താൻ എന്ന പ്രയോഗം വന്നത്. അകന്നു എന്നർത്ഥമാണ് പ്രസ്തുത ക്രിയക്ക്. അകന്നവനാണ് ശൈത്താൻ, അതേപോലെ അകറ്റപ്പെട്ടവനുമാണ് ശൈത്താൻ. ശൈത്താൻ എല്ലാ നന്മകളിൽ നിന്നും അകന്നിരിക്കുന്നു, അകറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണ് അപ്രകാരം ശൈത്താൻ. പ്രസ്തുത ശൈത്താൻ അദുവാണ്, മുദില്ലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂറത്തുൽ ഖസസിൽ വിവരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ودخل المدينة على
حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പട്ടണവാസികൾ അശ്രദ്ധയിലായ ഒരു സമയത്ത് പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ രണ്ടാളുകൾ പരസ്പരം മല്ലിടുന്നത് കാണുകയാണ്. ഒരാൾ മൂസായുടെ അനുയായിയാണ്, ഇസ്രായേലിയരിൽപ്പെട്ടവനാണ്. മറ്റേവനോ വഹാദ മിൻ അദുവിഹി, ശത്രുവാണ് അഥവാ കോപ്റ്റിക് വംശജനാണ്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയാതിഹി അലല്ലദീ അദുവിഹി, ഇസ്രായേലിയൻ കോപ്റ്റിക് വംശജനെതിരിൽ മൂസയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഫവകസഹു മൂസ, കോപ്റ്റിക് വംശജനെ മൂസ തൻ്റെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ഫഖദ അലൈഹി, അയാൾ അതോടുകൂടി മരിച്ചു. ഈ സമയം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വചനമായി ഉണർത്തുന്നത്. ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് ശൈത്താന്റെ അമലാണ്, പ്രവൃത്തിയാണ്. ഇന്നഹു അദുവ്വും മുദില്ലും മുബീൻ, ഇന്നഹു തീർച്ചയായും ശൈത്താൻ, അദു അവൻ ശത്രുവാണ്, മുദില്ലും മുബീൻ വ്യക്തമായ വഴിപിഴവിൻ്റെ അല്ലെങ്കിൽ വ്യക്തമായി മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നവനുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷൈത്താനെ കുറിച്ച് അവിടെ പറഞ്ഞത്. അപ്പോൾ ഷൈത്താൻ അദുവാണ്, അതേപോലെ തന്നെ മുദില്ലാണ്, ശത്രുവാണ്, വഴി തെറ്റിക്കുന്നവനാണ്, മാർഗം പിഴപ്പിക്കുന്നവനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അതേപോലെ ഹവ്വ അലൈഹിസ്സലാമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശൈത്താൻ ലകുമാ അദുവ്വുൻ മുബീൻ, നിശ്ചയം ഷൈത്താൻ നിങ്ങൾ രണ്ടു പേർക്കും വ്യക്തമായ ശത്രുവാണ്. ഇപ്പൊ ആദം നബി അലൈഹിസ്സലാം വഅല നബീന അഫ്ദലുസ് സ്വലാത്തി വസ്സലാം നബിയായിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഷൈത്താൻ വ്യക്തമായ ശത്രുവാണ്. അതേപോലെ ഹവ്വ ഉമ്മ അലൈഹിസ്സലാം അവരോട് പറയാണ് ആ ഷൈത്താൻ വ്യക്തമായ ശത്രുവാണ്. നബിമാരുടെ വിഷയത്തിൽ, മഹത്തുക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ മനുഷ്യരായ നമ്മളുടെ വിഷയത്തിൽ, സാധാരണ മനുഷ്യരായ നമ്മളുടെ വിഷയത്തിൽ പിശാചിന്റെ ശത്രുത പറയേണ്ടതില്ല. നമ്മളുടെ ജന്മ സമയം മുതൽ ഷൈത്താൻ ആ ശത്രുതയുടെ വർത്തനം നമുക്ക് നേരെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യമസ്സുഹു ഹീന യൂലദ് ഫയസ്തഹില്ലു സ്വാരിഖൻ മിൻ മസ്സി ശൈത്താൻ ഇല്ലാ മറിയമ വബ്നഹ. മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യമസ്സുഹു ഹീന യൂലദ്, പ്രസവിക്കപ്പെടുന്ന ഒരു കുഞ്ഞുമില്ല, പ്രസവിക്കപ്പെടുമ്പോൾ ഷൈത്താൻ ആ കുഞ്ഞിനെ സ്പർശിക്കാതെ, ഫയസ്തഹില്ലു സ്വാരിഖൻ മിൻ മസ്സി ശൈത്താൻ, ഷൈത്താന്റെ സ്പർശനത്താലാണ് വാവിട്ട് കരഞ്ഞ് കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത്. പക്ഷെ ഈ ഒരു ജനനവേളയിലുള്ള പൈശാചിക സ്പർശനത്തിൽ നിന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയും മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒഴിവാണ്. ഇല്ല മറിയമ വബിനഹ, എന്നാൽ മറിയമും മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഒഴികെ അവർ ഈ പൈശാചിക സ്പർശനത്തിൽ നിന്ന് ഒഴിവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായിട്ടുള്ള ഹദീസാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. കാരണം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅൻബതഹാ നബാതൻ ഹസന വകഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. 4 അനുഗ്രഹങ്ങൾ അല്ലാഹു മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുണ്ട്. അത് മാതാവ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയായ ഹന്നയുടെ നിഷ്കളങ്കതയും അവരുടെ സൂക്ഷ്മ ജീവിതവുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? ഹന്ന ഗർഭം ധരിച്ചപ്പോൾ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിന് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, പടച്ചോനെ എൻ്റെ ഈ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്ക് ഞാൻ നിഷ്കളങ്കമായി ഖാലിസായി ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു എന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ദുആയും വിളിയും. അപ്പം മാതാവിൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഇബാദത്ത്, ആ വിളി, നേർച്ച, അത് അനുഗ്രഹമായി പിന്നീട് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചപ്പോൾ 4 അനുഗ്രഹങ്ങളാണ് അവർക്ക് കിട്ടിയതെന്നാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, അള്ളാഹു അവരെ സ്വീകരിച്ചു നല്ല നിലക്ക്. അതേപോലെ വഅൻബതഹാ നബാതൻ ഹസന, ആ കുഞ്ഞിനെ നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തി വലുതാക്കി. വകഫലഹാ സക്കരിയ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധൻ, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംരക്ഷണത്തിൽ മറിയം ജീവിക്കവേ എപ്പോഴും സക്കരിയ വരുമ്പോൾ അവരുടെ അടുക്കൽ അവരുടെ ഭക്ഷണം, ഉപജീവനം കാണുകയാണ്. അപ്പോൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളാണ്. ഇതേപോലെ അവർക്കുണ്ടായ അനുഗ്രഹമാണ് പൈശാചിക ശല്യവും സ്പർശനവും അവരുടെ നേരെ ഉണ്ടായില്ല എന്നുള്ളത്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മനാൾ തൊട്ട്, സമയം തൊട്ട് ശൈത്താന്റെ ഈ ഒരു ഉപദ്രവം അവർക്ക് നേരെ ഉണ്ട് എന്നുള്ളതാണ്. അത് ശൈത്താൻ ശാരീരികമായും മാനസികമായും അതേപോലെ തന്നെ വിശ്വാസപരമായും ശൈത്താൻ അത് എങ്ങനെയാണ് ദ്രോഹിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ അത് തുടർത്തിക്കൊണ്ടിരിക്കും. കാരണം ശൈത്താൻ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്, ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, പടച്ചവനെ നീ എന്തിനെന്നെ പഴപ്പിച്ചു, ഞാൻ ആദം സന്തതികൾക്ക് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും നിന്റെ നേർമാർഗത്തിൽ. അതേപോലെ ശൈത്താൻ പറഞ്ഞിട്ടുണ്ട്, സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, പിന്നീട് ഞാൻ ആദം സന്തതികളിലേക്ക് ചെല്ലും അവരുടെ മുന്നിലൂടെയും, വമിൻ ഖൽഫിഹിം അവരുടെ പിന്നിലൂടെയും, വഅൻ ഐമാനിഹിം അവരുടെ വലത് ഭാഗങ്ങളിലൂടെയും, വഅൻ ശമാഇലിഹിം ഇടത് ഭാഗങ്ങളിലൂടെയും, വലാ തജിദു അക്സറഹും ഷാകിരീൻ മനുഷ്യരിൽ സിംഹഭാഗത്തെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായിട്ട് നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ശൈത്താൻ അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ശൈത്താൻ പുലർത്താൻ വേണ്ടിയിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയെല്ലാം കഴിയുമോ ആ രീതിയിലെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു ബിഅസ ലിദ്ദാലിമീന ബദല. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ നിങ്ങൾ ശൈത്താനെയും ശൈത്താന്റെ സന്തതികളെയും മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ? വഹും ലക്കും അദു, ഈ പിശാചുക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായ അവസ്ഥയിൽ. ബിഅസ ലിദ്ദാലിമീന ബദല, അക്രമികൾക്ക് എത്ര മോശമായ ബദലാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താ ബദൽ എന്ന് പറഞ്ഞാൽ? റഹീമായ അള്ളാഹു ഉണ്ട്, റജീമായ ശൈത്താനും ഉണ്ട്. റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, റജീമായ ശൈത്താനും ഉണ്ട്. അക്രമികളായ മനുഷ്യന്മാർ അവര് റഹീമായ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് റജീമായ ശൈത്താനെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ പൈശാചിക കുഴലൂത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നു, പൈശാചിക പ്രേരണയിൽ അവർ ബിദ്അത്തുകൾ ചെയ്യുന്നു, പൈശാചിക പ്രേരണകളാൽ അവർ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നു, നിഷിദ്ധങ്ങൾ പറയുന്നു. ഇങ്ങനെ
അവർ റഹീമായ അള്ളാഹുവിനെ മാറ്റി റജീമായ ശൈത്താനിൽ മാർഗം കാണുകയും അതേപോലെ തന്നെ അവർ വശംവദരാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബിഅ്സലി ളാലിമീന ബദല, അക്രമികൾക്ക് വളരെ മോശമായ ബദലാണ് ഉള്ളത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ ശൈത്താന്റെ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്താ? ഒരു ചരിത്ര സംഭവത്തിൽ നമുക്കത് തെളിയും. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ മദ്യപിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെട്ട്, ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ മദ്യപിച്ചവനെ അടിക്കും. അങ്ങനെ ആ ശിക്ഷ അയാളിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. റാവി പറയാണ് ഹദീസ് ഉദ്ധരിച്ചിട്ട്, ഫമിന്ന ദ്വാരിബു ബിനഅലിഹി വമിന്ന ദ്വാരിബു ബിസൗബിഹി വമിന്ന ദ്വാരിബു ബിൽ അസ. അയാളിൽ ശിക്ഷ നടപ്പിലാക്കാൻ വസ്ത്രം കൊണ്ട് അടിക്കുന്നവരുണ്ട്, ചെരുപ്പ് കൊണ്ട് അടിക്കുന്നവരുണ്ട്, വടി കൊണ്ട് അടിക്കുന്നവരുമുണ്ട്. അപ്പോ അടിക്കുന്നവർ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ലഅനകല്ലാഹ്, അല്ലാഹു നിന്നെ ശപിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഇൻ അശ്ശൈത്താന അലാ അഖീക്, സുഹൃത്തേ, നിങ്ങൾ താങ്കളുടെ സഹോദരനെതിരിൽ ശൈത്താനെ സഹായിക്കല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ മദ്യപാനിയാണ്, പക്ഷെ ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങണ്ട. അയാൾ ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ, അയാൾ തൗബയും ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തവൻ കുറ്റം ചെയ്യാത്തവനെ പോലെയാണ്. പക്ഷേ ഇസ്ലാമിക ശിക്ഷ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അയാളെ ശപിക്കാൻ പറഞ്ഞിട്ടില്ല. ശപിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സഹോദരനെതിരിൽ നിങ്ങൾ ശൈത്താനെ സഹായിക്കല്ലേ എന്നാണ് പറഞ്ഞത്. ചില റിപ്പോർട്ടുകളിൽ ലാ തൽഅൻഹു, അയാളെ ശപിക്കല്ലേ, ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, കാരണം അയാൾ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം ശൈത്താനെ നമ്മൾ സഹായിക്കരുത് എന്നുള്ളതാണ്. എങ്ങനെ ശൈത്താനെ സഹായിക്കൽ? ശൈത്താന് ഇഷ്ടകരമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു മുസ്ലിമിനെ ശപിക്കുക, ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുക, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കഷ്ടതയിലായിട്ട്, അതൊക്കെ ശൈത്താന് ഇഷ്ടമുള്ള സംഗതിയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നിർവഹിച്ചത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശൈത്താനെ സഹായിക്കല്ലേ സഹോദരനെതിരിൽ എന്ന്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈത്താനെ കുറിച്ച് സൂക്ഷ്മത പുലർത്താൻ പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ജനങ്ങളെ, ഹലാലായത് തിന്നോളി, ത്വയ്യിബായതും തിന്നോളി, നജസ് തിന്നരുത്, ഖബീസ് തിന്നരുത്, നല്ലത് തിന്നോളി, ഹലാല് തിന്നോളി. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ശൈത്താൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയാണ്, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, കാരണം ശൈത്താൻ നിങ്ങൾക്ക് മുബീനായ അദുവാണ്, വ്യക്തമായ ശത്രുവാണ്. മറ്റിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൽ അൻആമി ഹമൂലതൻ വഫർശ കുലു മിമ്മാ റസഖകുമുല്ലാഹ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. എന്താ? വമിനൽ അൻആമി ഹമൂലതൻ വഫർശ, കന്നുകാലികളിൽ നമുക്ക് ഭാരങ്ങൾ ചുമന്നു കൊണ്ടുപോകുവാൻ ഉള്ള കന്നുകാലികളുണ്ട്. വഫർഷ, അറുത്ത് മാംസം ഭുജിക്കാവുന്ന കാലികളുമുണ്ട്. കുലു മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് ഏകിയത് നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ ഖുതുവാത്തിനെ, കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ,
ഇതേപോലെ വേറെയും യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, ശൈത്താന്റെ ഖുതുവാത്തുകളെ, കാലടികളെ നിങ്ങൾ പിൻപറ്റല്. വല്ലവരും ശൈത്താന്റെ കാലടികളിൽ കാല് വെച്ച് നടക്കുന്ന പക്ഷം, എന്നാൽ ശൈത്താനെ പിൻപറ്റി നടക്കുന്ന പക്ഷം, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, ശൈത്താൻ നിങ്ങളോട് ഫഹ്ശാ കൽപ്പിക്കും, മുൻകറും കൽപ്പിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തുകളാ ഒരേപോലെ ശൈത്താന്റെ ഖുതുവാത്തിനെ പിൻപറ്റരുത്, ശൈത്താൻ അദുവ്വും മുബീനും ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം നിരത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ശൈത്താനെ പിൻപറ്റുന്നതിനെ തൊട്ട് വിലക്കുകയാണ്. പല വചനങ്ങളാണ്. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. എല്ലാവർക്കും അറിയാം ശൈത്താൻ നമുക്ക് നല്ലതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം ശൈത്താൻ മനുഷ്യനെ കെണിയിൽ വീഴ്ത്തും. സഹീഹ് മുസ്ലിമിൽ, സഹീഹ് ബുഖാരിയിലൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കേൾക്കാം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയോടൊപ്പം അറയിലാണ്. അപ്പോൾ രാത്രി കുറച്ച് സമയം പിന്നിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ്. അപ്പോൾ ആയിഷമ്മക്ക് അതൊരു പ്രയാസമായി. എവിടേക്കാണ് റസൂലുള്ള എഴുന്നേറ്റ് പോകുന്നത്? റസൂലുള്ളാഹിക്ക് ഒന്നിലേറെ ഭാര്യമാരില്ലേ? വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുടെ നീതിമാനായ ഭർത്താവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു വിഷയമാണ് അവിടെ ആയിഷമ്മയുടെ മനസ്സിൽ. എവിടേക്കാണ് റസൂലുള്ള നീച്ചു പോണത്? രാത്രി ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷമ്മൻ്റെ ഒപ്പം കിടന്ന്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് തട്ടൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി എന്ന് റസൂലുള്ള വിചാരിച്ചിന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെല്ലെ എഴുന്നേറ്റ് തട്ടം ശിരവസ്ത്രം ധരിച്ച് ചെരുപ്പൊക്കെ ധരിച്ച് മെല്ലെ പുറപ്പെട്ട്. ആയിഷമ്മ പറയാണ് വൻതാല റുവൈദൻ, വളരെ പതുക്കനാണ് ചെരുപ്പിടുന്നത്, തട്ടൊക്കെ ധരിക്കണത്. കാരണം ആയിഷമ്മ ഉണരണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആയിഷമ്മ ഉറങ്ങിയിട്ടില്ല. മെല്ലെ വാതിൽ തുറന്ന് മെല്ലെ പുറത്തിറങ്ങി. ആയിഷമ്മ പറയും റസൂലുള്ള പുറത്ത് പോയി എന്ന് കണ്ടപ്പോൾ ഞാനും എന്ത് ചെയ്ത് എൻ്റെ കുപ്പായം തട്ടം തലയിലിട്ട് അങ്ങനെ ഞാനെൻ്റെ ഉടുമുണ്ടൊക്കെ ഉടുത്ത് അങ്ങനെ റസൂലുള്ളാഹിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന ആയിഷമ്മ വിചാരിച്ച് വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അറയിൽ പോകുകയാണെന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് ബഖീ ഖബർസ്ഥാനിലേക്കാണ്, ബഖീഉൽ ഖർഖദിലേക്കാണ്. അങ്ങനെ റസൂലുള്ളാഹി ആയിഷമ്മ പറയാണ് ഞാനിങ്ങനെ നോക്കി നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചിട്ട് ദീർഘനേരം ദുആ ചെയ്ത്, അങ്ങനെ ദീർഘനേരം ദുആ ചെയ്ത് 3 പ്രാവശ്യം കൈ ഉയർത്തിയിട്ട് ദീർഘനേരം ദുആ ചെയ്ത്. അങ്ങനെ റസൂലുള്ള പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ്. അപ്പോൾ ആയിഷമ്മ പറയാണ് തിരിയണണ്ടപ്പോൾ ഞാനും തിരിഞ്ഞ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാസ്റ സ്പീഡിൽ നടക്കാൻ തുടങ്ങിയ ഫാസ്റായത്തു ഞാനും സ്പീഡിൽ നടന്ന്. ഫഹർവല റസൂലുള്ള കുറച്ചുകൂടി സ്പീഡിൽ ഓടി നടന്നു വന്ന്. അപ്പോൾ ഫഹർവലത്ത് ഞാനും ഓടി. അങ്ങനെ ഞാൻ വേഗം റസൂലുള്ളാഹിനെ മുൻകടന്ന് ഞാനാണ് റൂമിലെത്തിയത്. അങ്ങനെ ഞാൻ വേഗം കിടന്ന്. പക്ഷെ കിടന്നപ്പോൾ കിതപ്പുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ ആയിഷു ഹഷിയ റാബിയ, അത് ആയിഷ എന്താണ് ഇങ്ങനെ കിതക്കണത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷമ്മ പറഞ്ഞു ലാ ഷൈ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തുഖ്ബിരീനി ഔ ല യുഖ്ബിറന്നി അൽ ലത്തീഫുൽ ഖബീർ. ഇപ്പം പറഞ്ഞോ, ഇല്ലെങ്കിൽ ലത്തീഫും ഖബീറുമായ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ എനിക്ക് വിവരം തരും, അതുകൊണ്ട് വേഗം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ആയിഷമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു ഇതാണ് നടന്നത്. അപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ് ഫഅൻതി സവാദുല്ലദീ റഅയ്തു അമാമി, അപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ട കറുത്ത രൂപം നിങ്ങളായിരുന്നോ? അപ്പോൾ അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംഭവം പിന്നെ ആയിഷമ്മ ഞാൻ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ എന്താണ് ദുആ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഇതേപോലെയാണ് അവരുടെ ജീവിതം. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു
പ്രയാസം ഉണ്ടാവും അവർക്ക്. അതാണ് ഈ ഗീറത്ത്, ഒരു രോഷം. അപ്പോ ഈ മുസ്ലിമിന്റെ ഈ സംഭവത്തിലുള്ളത് എന്താ? ദേഷ്യം, അവർക്കൊരു ഇടങ്ങേറ് തോന്നി. റസൂൽ എവിടേക്കപ്പോൾ നീച്ചു പോയത്? അപ്പൊ ആ ഗീറത്ത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ആയിഷ നിങ്ങൾക്ക് ഈ പ്രയാസം, എന്തിനാണ് ഇങ്ങനെ ഒരു രോഷം പ്രകടിപ്പിക്കുന്നത്? അപ്പം പറഞ്ഞു, മാലി ലാ യുഗാറു മിസ്ലി അലാ മിസ്ലിക യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, എന്നെപ്പോലുള്ള ഒരു സ്ത്രീ നിങ്ങളെപ്പോലുള്ള ഒരു ഭർത്താവിൻ്റെ വിഷയത്തിൽ എങ്ങനെ രോഷം പ്രകടിപ്പിക്കാതിരിക്കും? നിങ്ങൾ ഇവിടുത്തെ ഈ രാത്രി പോകണത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവഖദ് ജാഅകി ശൈത്താനുകി യാ ആയിഷ, ആയിഷ നിങ്ങളടുത്ത് നിങ്ങളെ ശൈത്താൻ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷമ്മ, അവ മഴയ ശൈത്താനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ എൻ്റെ കൂടെ ശൈത്താനോ എന്ന് ചോദിച്ചു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വമഅ കുല്ലി ഇൻസാനിൻ ശൈത്താൻ, നിങ്ങളുടെ കൂടെ എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യന്മാരൊപ്പം എന്തുണ്ട്? ശൈത്താനുണ്ട്. ഫഖാലത്ത്, അപ്പം ഉമ്മ ചോദിക്കുകയാണ്, ഹത്ത മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങളൊപ്പം ഉണ്ടോ ശൈത്താൻ? ഖാൽ, അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്ത മഅയ യാ ആയിഷ, ആയിഷ എൻ്റെ കൂടെയുണ്ട് ശൈത്താൻ. ഇല്ല അന്ന റബ്ബി അസ്സ വജൽ ആനനി അലൈഹി ഫഅസ്ലം, പക്ഷേ ആ എൻ്റെ കൂടെയുള്ള ശൈത്താനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെതിരിൽ എന്നെ സഹായിച്ചു. അത് കാരണത്താൽ തന്നെ ആ ശൈത്താൻ ഇസ്ലാം സ്വീകരിച്ചു. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഇല്ലാ അന്ന റബ്ബി അസ്സ വജൽ ആനനി അലൈഹി ഫഅസ്ലം ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എൻ്റെ കൂടെയുള്ള ശൈത്താൻ അവനെതിരിൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ശൈത്താൻ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ ശൈത്താൻ എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കൂ എന്നാണ് ആര് പറഞ്ഞത്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവത്തിൽ ഒരുപാട് പാഠങ്ങളാണ്. അതിലൊരു പാഠം, മനുഷ്യന്മാരോടൊപ്പം അവരുടെ കൂടെ ശൈത്താനുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് മുക്തല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് മുക്തായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ളത് ഇസ്ലാമിലായി, തിരുനബിയോട് നന്മല്ലാതെ കൽപ്പിക്കൂല. ശൈത്താന്മാരിൽ, പിശാചുക്കളിൽ വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട്, വമിന്നൽ ഖാസിത്തൂൻ, ദീൻ സ്വീകരിക്കാത്ത അക്രമികളും അന്യായത്തിൻ്റെ ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ശൈത്താൻ്റെ പണിയാണെന്ത്? നമ്മളെ കൂടെ ഉണ്ട്, ആ കൂടെയുള്ള ശൈത്താൻ നമ്മളെ വഴികേടിൽ തളക്കുക എന്നുള്ളത്, വഴികേടിലേക്ക് നയിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പല മനുഷ്യന്മാരും നന്മ ചെയ്യാൻ ഉദ്ദേശമുണ്ട്, പക്ഷേ അവർക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. നല്ലത് പ്രവർത്തിക്കണം എന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് അവരുടെ മനസ്സ് മടുക്കുന്ന, മനസ്സ് മാറുന്ന ദുസ്ഥിതിയാണ്. കാരണം എന്താ? ഇബ്ലീസിൻ്റെ ദുഷ്പ്രേരണയും അതേപോലെ തന്നെ പ്രവർത്തനമാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത്. അപ്പോൾ ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ചു, നമുക്ക് മുന്നറിയിപ്പ് നൽകി, സൂക്ഷിച്ചോളിയും കാത്തോളിയും, ശത്രുവായി സ്വീകരിച്ചോളിയും, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, അവൻ നിങ്ങളെ പിഴപ്പിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരോടൊപ്പവും ഓരോ ശൈത്താനുണ്ട്. ശൈത്താൻ അവൻ്റെ പണി നിർവഹിക്കും. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഇന്ന ഇബ്ലീസ് യദഉ അർശഹു അലൽ മാ, ഇബ്ലീസ് അവൻ്റെ സിംഹാസനം വെള്ളത്തിന്മേൽ സ്ഥാപിക്കും. സുമ്മ യബ്അസു സറായാഹു, പിന്നീട് ഇബ്ലീസ് അവൻ്റെ സൈന്യത്തെ നിയോഗിച്ചയക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅദമുഹും ഫിത്നതൻ, ഏറ്റവും കൂടുതൽ ഫിത്ന വിതക്കുന്നവനായിരിക്കും ശൈത്താൻ്റെ സൈന്യത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശൈത്താനാണ് ഇബ്ലീസിൻ്റെ അടുക്കൽ സ്ഥാനം കൂടുതൽ. യജീഉ അഹദുഹും ഫയഖൂലു ഫഅൽതു കദാ വകദാ ഫയഖൂലു മാ സനഅത ഷൈഅൻ, ശൈത്താന്
നിയോഗിക്കുന്ന സൈന്യം തിരിച്ചു വന്നിട്ട് ഷെയ്ത്താനോട് ഇബ്ലീസിനോട് പറയും ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ത്താൻ അത് പറ്റൂല, നീ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാ. അപ്പൊ പറയും മറ്റൊരു ഷെയ്ത്താന് മാ തറക്തു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി. ഓ ഷെയ്ത്താൻ പറയും ഞാൻ എന്താ ചെയ്തറിയോ, ഭാര്യ ഭർത്താക്കന്മാരുടെ അടുക്കൽ ചെന്ന് എന്നിട്ട് ഞാൻ പിരിമുറുക്കി പിരി അയച്ച് ഞാൻ എന്ത് ചെയ്ത് ഭാര്യനും ഭർത്താവിനും തമ്മിൽ തെറ്റിച്ച്, അങ്ങനെ സേവനം അന്ന് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പൊ ഫയുദ്നീഹി മിൻഹു വയഖൂലു നിഅമ അൻത എന്നാണ്. ഇബ്ലീസ് ആ ഷൈത്താനെ അടുപ്പിക്കും. ചില റിപ്പോർട്ടുകളിൽ കാണാം കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യുന്നതാണ്. എന്നിട്ട് പറയും നിഅമ അൻത, നീയാണ് ഉഷാർ എന്ന് പറയും, എത്ര നല്ലവൻ എന്ന് പറയും. കാരണം എന്താ, ഒരു ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കുറേ ഷർറാണ് ഷെയ്ത്താൻ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ കിട്ടും. ചില റിപ്പോർട്ടുകളിൽ കാണാം ഇന്ന ആളെ കൊണ്ട് ഞാൻ വ്യഭിചരിപ്പിച്ച്, ആഗ്രഹം മൂപ്പിച്ച് ഞാൻ വ്യഭിചരിപ്പിച്ച്, ഇന്ന ആളെ കൊണ്ട് ഞാൻ കള്ളുപിടിപ്പിച്ച്, ഇതൊക്കെ പറയുന്നതാണ്. അപ്പോഴൊന്നും ഷെയ്ത്താൻ ഇബ്ലീസിന് ഇഷ്ടാവില്ല. കാരണം എന്താ, ഇപ്പോൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനപ്പുറം തൗബുണ്ട്, ഇസ്ലാമിക ശിക്ഷ ഉണ്ട്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു പിന്നെ ഈ ഗാമിദിയന്റെ സംഭവം അറിയില്ല, ജുമാൻ അൽ ഗാമിദിയയും മായിസ് ബിൻ മാലിക്കും അവരൊരു തെറ്റിലകപ്പെട്ട് വ്യഭിചാരം നടന്നു. പക്ഷെ വ്യഭിചാരം നടന്നപ്പോൾ എന്ത് ചെയ്ത്, അതിനപ്പുറം അവർ തൗബ ചെയ്ത്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഗാമിദിയെ കുറിച്ച് പറഞ്ഞത്, അവരൊരു തൗബ ചെയ്തിട്ടുണ്ട്, ആ തൗബ മദീനയിലെ 70 പേർക്ക് വിഹിതം വെച്ചാൽ അവർക്കത് മതിയാകും എന്നാണ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് അതിനപ്പുറം തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെയ്ത്താൻ ഏറെ നിരാശപ്പെടും, വേദനിക്കും. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കിയാലോ പിന്നെ ഷെയ്ത്താന് വിളവെടുപ്പിന്റെ കാലായി. കാരണം എന്താ, പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ ഫിത്നകളുടെ ഘോഷയാത്രക്കാരോ പല വിഷയങ്ങളും ഉണ്ടാവും, തുടർ നാടകങ്ങളായിരിക്കും അതിൻ്റെ. അതാണ് ഷെയ്ത്താന് ഏറെ ഇഷ്ടം എന്നുള്ളത് പറയുന്നത്. ഏതായാലും ഷെയ്ത്താൻ ഇவ்விധം ദുനിയാവിൽ പരീക്ഷണമാക്കിയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തെ പറഞ്ഞയച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കാൻ. ഷെയ്ത്താനിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുവിൽ നിന്ന് രക്ഷ കിട്ടാൻ ശക്തമായ കോട്ട, അതിൽ അഭയം തേടുന്നത് പോലെ ഷെയ്ത്താനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള കോട്ട നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കോട്ട നമ്മൾ നമുക്ക് വേണ്ടി സ്ഥാപിച്ചിട്ട് നമ്മൾ ഈ ഇബ്ലീസിനെയും അവൻ്റെ സന്തതികളെയും നമ്മളിൽ നിന്ന് ദൂരെയാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം, പാടുപെടണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഷെയ്ത്താൻ മനുഷ്യന്മാരെ വിശ്വാസം തെറ്റിക്കാനാണ് പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനി അഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലൂൻ. എന്താ, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്, അതാണ് കാരണം. അതുകൊണ്ട് ശൈത്താൻ ആരാധിക്കരുത് നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടുണ്ട്. ശൈത്താനെ ആരാധിക്കാൻ പറഞ്ഞാൽ ആരാ, ലോകത്ത് ശൈത്താനെ പൂജിക്കുന്നവരുണ്ട്. പക്ഷെ ശൈത്താനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടാനുള്ള കാരണം എന്താ, കാരണം ശൈത്താനാണ്. ഈ ദുനിയാവിൽ ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ള ഇമ്പമാർന്ന കർമ്മം മനുഷ്യന്മാർ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യന്മാരെയും ഷിർക്ക് ചെയ്യുന്നവരാക്കിയിട്ട് ശൈത്താൻ മാറ്റിയത്. വലാ തജിദു അക്സറഹും ഷാകിരീൻ, അല്ലെങ്കിൽ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ആളുകളിൽ സിംഹം ആളുകളും വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ, അവർ ഷിർക്ക് വെക്കുന്നവരായിക്കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞു. സിംഹഭാഗത്തിന്റെ അവസ്ഥ എന്താ, ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ മനുഷ്യന്മാരെ കൊണ്ട് ഷിർക്ക് ചെയ്യിക്കുന്നത് ആരാ, അത് ഇബ്ലീസാണ്, ഷൈത്താനാണ്. ഷൈത്താനാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയെ ഷൈത്താനിലേക്ക് ചേർത്തത്. ഷൈത്താനെ ആരാധിക്കുക എന്ന് പറഞ്ഞത്. ഷൈത്താൻ ആരാധിക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു ചെയ്ത കരാറാണ്. വഅനി അഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം, എന്നെ മാത്രമേ ആരാധിക്കാവൂ, അതാണ് നേർമാർഗം, സിറാത്തുൽ മുസ്തഖീം എന്നതും ഞാൻ നിങ്ങളോട്
ഉടമ്പടി ചെയ്തിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, എത്ര തലമുറകളെയാണ് നിങ്ങളിൽ നിന്ന് ശൈത്താൻ പിഴപ്പിക്കുകയും തെറ്റിക്കുകയും ഉണ്ടായത്. അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇവിടെ ശൈത്താന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി മനുഷ്യന്മാർ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന് വേണ്ടിയാണ് സിംഹഭാഗം മനുഷ്യരെയും ശൈത്താന് തെറ്റിച്ചത്. സൂറത്ത് ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജർ വദ്ദവാബ്. എന്താ അലം തറ, നിങ്ങൾ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, വാനത്തിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, വന്നുജൂം, നക്ഷത്രാദികളും അള്ളാഹുവിന് സുജൂദിലാണ്. വൽ ജിബാൽ, പർവ്വതങ്ങളും, വശജർ, വൃക്ഷങ്ങളും, വദ്ദവാബ്, ജീവജാലങ്ങളൊക്കെ അള്ളാഹുവിന് സുജൂദിലാണ്. ഇവിടെ അന്നുജൂം, അൽ ജിബാൽ, അശ്ശജർ, അദ്ദവാബ് എന്നിടത്തൊക്കെ ഉള്ള എന്താണെന്നറിയാം, അല്ലിൽ ഇസ്തിഗ്റാഖ് എന്നാ പറയാം. അവ എല്ലാവരും എന്നാണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന് സുജൂദിലാണ്. ഇതിൽ ഇതുവരെ മനുഷ്യന്മാരെ പറഞ്ഞോ? മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. പിന്നെയോ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ആമായിട്ട് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞത് വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാൽ വശജർ, പിന്നെ വദ്ദവാബ്. ഇനി മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്, വകസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ് അലൈഹിൽ അദാബ്. വകസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ കുറെ ആളുകളും, വകസീറുൻ ഹഖ് അലൈഹിമുൽ അദാബ്, ധാരാളം ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷ അവരിൽ തഹ്ഖീഖായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ജനങ്ങളെ നോക്കുമ്പോ ജനങ്ങളെല്ലാരും ഇല്ല. പിന്നെയോ പർവ്വതങ്ങൾ, മൃഗങ്ങൾ, ജീവജാലങ്ങൾ, ഇതൊക്കെ എല്ലാം ഉണ്ട് അള്ളാഹ്ക്കുള്ള സുജൂദിൽ. പക്ഷെ ജനങ്ങളടുത്ത് എത്തിയപ്പോ വകസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ കുറെ ആളുകൾ. കുറെ ആളുകളോ അവർക്ക് അള്ളാഹിന്റെ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? കുറെ ആളുകൾ അള്ളാഹ്ക്കുള്ള സുജൂദിലല്ല. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന മസ്അല ആലോചിക്കാണ് പലരും. അതെപ്പോഴാണ് ശിർക്കാകുക, അതല്ല എപ്പോഴാണ് ശിർക്ക് ആകാതിരിക്കുക. അത് ആദരവിന്റെ സുജൂദാണ് എങ്കിൽ അങ്ങനെ ഉണ്ടോ? അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട സുജൂദ്, സാഷ്ടാംഗ പ്രണാമം പടപ്പുകൾക്ക് യാതൊരു സങ്കോചമില്ലാതെ നിർവഹിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ചില നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രസംഗികന്മാരുടെ ക്ലിപ്പിങ്ങുകളിൽ കണ്ടു, പിന്നെ ഒരു മക്ബറയിൽ പോയിട്ട് ഒരു പണ്ഡിത വേഷധാരിയായ ഒരാൾ പ്രണമിക്കുന്നത്. പിന്നെ സാധാരണക്കാരുടെ കാഴ്ച പറയേണ്ടതില്ല. പലരും പല മക്ബറകളിൽ പോയിട്ട് സുജൂദാണ്, 8 അവയവങ്ങൾ നിലത്ത് കുത്തി അമർന്നിട്ടുള്ള സുജൂദ്. അങ്ങനെ ശിർക്ക് ചെയ്യുന്നവർ, എല്ലാത്ത രീതിയിൽ ശിർക്ക് ചെയ്യുന്നവർ എത്രയാണ്? അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു തആലാന്റെ സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചക്ക് പറഞ്ഞില്ലേ. അതായത് അദ്ദേഹം ഒരു വ്യക്തിന്റെ പനി കാണാൻ പോയി. അപ്പൊ നൂല് മന്ത്രിച്ച് കെട്ടിയാണ്. അപ്പൊ അത് പൊട്ടിച്ചെറിഞ്ഞ്, എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതിയത് വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നാണ്. ആളുകളിൽ അധിക പേരുകളും വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്നാണ് ഓതിയത്. അപ്പോൾ ഇത്തരം നൂലുകൾ, ഏലസുകൾ, അതേപോലെ തന്നെ മറ്റു ഐക്കല്ലുകൾ, പിന്നെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ തേട്ടങ്ങൾ, അള്ളാഹു അല്ലാത്തവരോടുള്ള രക്ഷാതേട്ടങ്ങൾ, അതേപോലെ അള്ളാഹു അല്ലാത്തവർക്കുള്ള സുജൂദുകൾ, ഇങ്ങനെ മനുഷ്യന്മാർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് വകവെച്ച് സിംഹഭാഗവും ഷിർക്കിലാണ്. ശൈത്താൻ വിരിച്ച വലയിൽ ഏറ്റവും കൂടുതൽ ഇരകൾ കുടുങ്ങിയത് ഈ ഷിർക്കിന്റെയും കുഫറിന്റെയും വിഷയത്തിലാണ് എന്നുള്ളതാണ്. അലം തറ അന്ന അർസൽന ശയാത്തീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഉദ്ദു ലഹും അദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ അന്ന അർസൽന ശയാത്തീൻ, നിങ്ങൾ കണ്ടില്ലേ നാം ശൈത്താന്മാരെ നിയോഗിച്ചയച്ചത്. എന്താ ശൈത്താന്മാരുടെ പണി? അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് നേരെയാണ് അയച്ചത്. തഉസ്സുഹും അസ്സാ എന്നാണ്. എന്താ തഉസ്സുഹും അസ്സാ എന്ന് പറഞ്ഞാൽ? നല്ല ദുഷ്പ്രേരണ
ശക്തമായ ദുഷ്പ്രേരണ അള്ളാഹു ശൈത്താൻ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറയണ ഫലാ തഅജൽ അലൈഹിം, അങ്ങനെ ശൈത്താന്റെ ദുഷ്പ്രേരണയിൽ വശംവദരായിട്ട് കഴിഞ്ഞുകൂടുന്നവരുടെ വിഷയത്തിൽ തിരക്ക് കൂട്ടേണ്ട. ഇന്നമാ നഉദ്ദു ലഹും അദ്ദ, അവരുടെ മരണ ഡേറ്റ് ഓഫ് ഡെത്തിലേക്ക് നമ്മൾ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിരക്ക് കൂട്ടേണ്ട. ശൈത്താൻ നല്ല അവരിൽ ഇളകി ആടിക്കോട്ടെ, അവരെ പ്രേരിപ്പിക്കട്ടെ, അവരെ നല്ല അവരുടെ പ്രവൃത്തികൾക്ക് ഊർജിതമാക്കട്ടെ. തിരക്ക് കൂട്ടണ്ട. അവർക്കൊരു നാശത്തിൻ്റെ തീയതി ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അതിലേക്കുള്ള ദിവസങ്ങളെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തഫ്സീർ ഇബ്നു ജരീറിലും അതേപോലെ തഫ്സീർ ഇബ്നു കസീറിലും അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെ തഫ്സീറിലും അതേപോലെ ഇബ്നുൽ ജൗസി തഫ്സീറുൽ ബഗവി ഇതിലൊക്കെ ഒരു ചരിത്ര സംഭവം കൊടുത്തിട്ടുണ്ട്. പൂർവികരിൽ നടന്ന ഒരു ചരിത്ര സംഭവം. അതെന്താ? ശൈത്താൻ്റെ പണി. അവൻ്റെ വല വിരിക്കലിൽ മനുഷ്യന്മാർ പെടുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഒരു പുരോഹിതനുണ്ടായിരുന്നു, മഠത്തിലെ ധ്യാനി. സൂക്ഷ്മ ജീവിതത്തിൽ കേളി കേട്ട അയാൾ പരീക്ഷിക്കപ്പെട്ടതാണ്. 2 സഹോദരങ്ങൾ അവർ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. അവരൊരു പെങ്ങളുണ്ട്. ആ പെങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കാൻ ബന്ധുക്കളാരുമില്ല. ഈ 2 സഹോദരങ്ങളും പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം പറഞ്ഞു, മഠത്തിലെ പുരോഹിതൻ ധ്യാനിയാണ്, സംശുദ്ധനാണ്, നമുക്ക് അയാളെ ഏൽപ്പിക്കാം. അങ്ങനെ പെങ്ങളെ ഏൽപ്പിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു, പറ്റൂല, എൻ്റെ ധ്യാന ജീവിതത്തിന് അതൊരു വിഘ്നമാവും, പ്രശ്നമാവും, എനിക്ക് വേണ്ടത്ര സൂക്ഷ്മത അല്ല നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ. അപ്പം പറഞ്ഞ അടുത്തൊരു റൂമാക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഭക്ഷണ കാര്യങ്ങളൊക്കെ എത്തിച്ച്. അങ്ങനെ ഇയാളെ ധ്യാനിയെ ഏൽപ്പിച്ച് ഇവർ പോയി. പെണ്ണ് മറ്റൊരു അറയിലാണ്. ഭക്ഷണ സമയം വരുമ്പോൾ വാതിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കേണ്ട ഒരു ധർമ്മേ ഇയാൾക്കുള്ളൂ. പക്ഷേ ഇബ്ലീസ് പണി തുടങ്ങി. ഭക്ഷണം എന്താ വാതിൽക്ക് വെച്ച് പോണത്? അതാണ്ട് വാതിലിൻ്റെ അകത്ത് വെച്ചാൽ എന്താ? അപ്പോൾ വാതിലിൻ്റെ അകത്ത് വെച്ച് ഒറ്റയ്ക്ക് തിന്നാൻ എന്തിനാ വിടുന്നത്? എന്താ അവിടെ കുറച്ചു നേരം അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയാൽ. ഇങ്ങനെയാണ് ശൈത്താൻ പടിപടിയായി. ഇപ്പം നമ്മളെ ആളുകൾ പറയും, TV വാങ്ങിയാൽ ഇടങ്ങേറ് തന്നെ, സിനിമ ഉണ്ട്, എല്ലാ വൃത്തികേടുകളും ഉണ്ട്, അപ്പോൾ ഇടങ്ങേറുണ്ട്. എന്നാലും വാർത്ത കേൾക്കണ്ടേ? വാർത്ത കേൾക്കാൻ അതിന് വാർത്തൻ്റെ സമയം വന്നിട്ടുണ്ടെങ്കിൽ ആ വാർത്തൻ്റെ പരസ്യം, പിന്നെ ആ പരസ്യം അതിൽ ഇമ്പം കൂടി, പിന്നെ വാർത്ത കഴിഞ്ഞ അടുത്ത വാർത്തൻ്റെ ഇടയിലൊരു പരിപാടി, ഒരു ചെറിയ സിനിമൻ്റെ ഭാഗം, പിന്നെ അങ്ങനെ പിന്നെ സ്പോർട്സ് അല്ലേ കളി. സ്പോർട്സിൽ ഫുട്ബോൾ കളിയുടെ ഈ ലോകത്ത് കളിയുടെ ലഹരിയിൽ നമ്മൾ മാത്രം. അപ്പോൾ എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ നമ്മളൊരു ചിരട്ട കൊടുക്കുക എന്നുള്ളതിലേക്ക് ഒരു കളി. പിന്നെ അങ്ങനെയാണ് ശൈത്താൻ പടിപടിയായി. ഇതേപോലെയാണ് ഈ പുരോഹിതനെ കൊണ്ടെത്തിക്കുന്നത്. അവസാനം ഈ പുരോഹിതനും ഈ പെണ്ണും ബന്ധത്തിലായി. അവൾ ഗർഭിണിയായി, പ്രസവിച്ച്. ശൈത്താൻ പ്രേരണ നൽകുകയാണ്, എന്താ, കുട്ടീനെ കൊല്ലാം. അതിൽ ആങ്ങളാർ വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളെ പെങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടി എന്ന് പറയില്ലേ, കുട്ടീനെ കൊല്ലാം. അങ്ങനെ കുട്ടീനെ കൊന്ന്. അപ്പം പറഞ്ഞ് പുരോഹിതനോട് പിശാചിൻ്റെ ദുർമന്ത്രണം, കുട്ടിനെ കൊന്ന വാർത്ത ഈ പെങ്ങൾ പറയാതിരിക്കുമോ അവളുടെ ആങ്ങളാരോട് വന്നാൽ? അപ്പോൾ പെണ്ണിനെ നശിപ്പിച്ചു, കുട്ടിനെ കൊന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ പെണ്ണിനെയാണ് കൊന്നല്. അങ്ങനെ പെണ്ണിനെയും കൊന്ന്, കുട്ടിനെയും കൊന്ന്, പെണ്ണിനെയും കൊന്ന് കുഴിച്ചു മൂടി. ശൈത്താൻ പിന്നീട് സഹോദരങ്ങളിൽ ദുർമന്ത്രണം സൃഷ്ടിച്ച്, എന്താ, നിങ്ങളെ പെങ്ങളെ കൊന്നിട്ടുണ്ട്, പെങ്ങൾ ഗർഭിണിയാക്കിയിട്ട് കുട്ടിനെയും കൊന്നിട്ടുണ്ട്, രണ്ടിനും ഒന്നിച്ചാണ് കുഴിച്ചു മൂടിയിട്ടുള്ളത് എന്നോടത്ത്. അവർ വന്ന് നോക്കുമ്പോൾ അതാണ്. അവർ പുരോഹിതനെ പിടിച്ച് ശിക്ഷിച്ച് ക്രൂശിച്ച് നിർത്തി. അപ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയാണ്, ഞാൻ ഇബ്ലീസാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ കെണിയിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് എനിക്ക് സാധിക്കും. എന്ത് വേണം?
എനിക്ക് പ്രണമിക്കണം, എനിക്ക് സുജൂദ് ചെയ്യണം. അപ്പോൾ പുരോഹിതൻ പറയാണ്, നിനക്ക് സുജൂദ് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമോ? ആ, രക്ഷപ്പെടും. എങ്കിൽ സുജൂദിന് പ്രണാമം ശൈത്താന് സമർപ്പിച്ച് ഷിർക്കും ചെയ്യിച്ച്, എന്നാൽ നിന്നെ രക്ഷപ്പെടുത്ത്, ഞാൻ സുജൂദ് ചെയ്ത് നിന്നെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ ശൈത്താൻ പറഞ്ഞു, ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്ലീസ് പോയി എന്നാണ്. കണ്ടോ, എത്ര കൊല നടത്തി, എത്ര നിഷിദ്ധങ്ങൾ പ്രവർത്തിപ്പിച്ചു. അവസാനം ഷിർക്കും കുഫറും അതും വരപ്പിച്ചതിന് ശേഷമാണ് ഇബ്ലീസ് പടിയിറങ്ങിയത്. ഇങ്ങനെയാണ് ഇബ്ലീസ്. ഈ വിധം ശത്രുവായിട്ട് ഇബ്ലീസ് മനുഷ്യനുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാർ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. ഷിർക്കും കുഫറുമാണ് ശൈത്താൻ്റെ ഏറ്റവും അപകടകരമായ വല. അതേപോലെ തന്നെയാണ് ബിദ്അത്ത്. ബിദ്അത്തിനെ കുറിച്ച് പറയുമ്പോൾ ദീനിലില്ലാത്ത കാര്യങ്ങളാണല്ലോ ബിദ്അത്ത്. മതത്തിലില്ലാത്ത കാര്യം അതാണ് ദീനായിട്ട് ചെയ്യുക. ആളുകൾക്ക് ഇന്ന് ഒരു ജ്വരം ബിദ്അത്തുകളിൽ മത്സരിക്കാനാണ്. ഇപ്പം ഷഅബാൻ 15 രാവിലെ ഒരു നോമ്പ്, 15 രാവിൻ്റെ പകലിലുള്ള നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ 15 രാവിൻ്റെ പകലിലൊരു നോമ്പ് പ്രത്യേകമാക്കിയിട്ടുണ്ടോ? ഇല്ല. മെഹറാജ് രാവിൻ്റെ ഒരു നോമ്പുണ്ട് ഇസ്ലാമിൽ? ഇല്ല. മെഹറാജ് രാവ് എന്ന് തന്നെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അല്ല അതിൻ്റെ പകലിലൊരു നോമ്പ്. ഷഅബാൻ 15 ബറാത്ത് നോമ്പ് എന്ന് പറയുന്ന നോമ്പ്, ആ വിഷയത്തിൽ ഹദീസ് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ ആളുകൾക്ക് മത്സരമാണ്. എന്തിന്? ഷഅബാൻ 15 പകലിൽ നോമ്പെടുക്കാൻ. പണ്ഡിതന്മാർ പറഞ്ഞ എന്താ? ആ പകലിൽ മാത്രം നോമ്പെടുക്കുക എന്നുള്ളത് ബിദ്അത്താണ്. ആ ബിദ്അത്തിന് വേണ്ടി ആളുകൾ മത്സരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്താ, ചര്യ എന്താ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റമദാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ഷഅബാനാണ്. വകാന യസൂമു ഷഅബാന കുല്ലഹു ഐ അഗ്ലബഹു. റസൂലുള്ളാഹി ഏറെക്കുറെ ഷഅബാൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു, കുറേ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. പക്ഷേ ഈ സുന്നത്തുകൾ തമസ്കരിക്കപ്പെടുകയാണ്. എന്നിട്ടോ ആ ഒരു ഷഅബാൻ 15 പകലിലൊരു നോമ്പ്, രാവിലെ ഒരു നിസ്കാരവും. എന്താ നിസ്കാരം? 100 റക്അത്ത് നിസ്കരിക്കും. അതിൽ ഫാത്തിഹയ്ക്കപ്പുറം ഓരോ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 പ്രാവശ്യം ഓതിയിട്ട് 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് തകക്കും 100 റക്അത്തിൽ. അതിന് സലാത്തുൻ അൽഫിയ എന്നാ പറയാ. ഈ സലാത്തുൻ അൽഫിയ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തതാ? ഇല്ല. അയിമ്മത്തുകൾ ഉണ്ടല്ലോ, മദ്ഹബിന്റെ 4 അയിമ്മത്തുകൾ, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ, അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമല്ലാഹുൽ ജമീഅ. ഈ അയിമ്മത്തുകൾ അറിഞ്ഞതാ? അവർ ചെയ്തതാ? അവർ അറിയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്തതാണ് ഈ ഒരു നിസ്കാരം. ഷഅബാൻ 15 പകലിലൊരു നോമ്പ്, രാവിൽ ഒരു സലാത്തുൻ അൽഫിയ, പിന്നെ ആ രാവിലെ മോടി കൂട്ടാൻ മറ്റു ചില വിറുതുകൾ, ദിക്റുകൾ, ചീരണികൾ, മധുര പലഹാരങ്ങൾ, ഇങ്ങനെ ഒരു ആഘോഷ നാളാക്കിയിട്ട് അതിനെ കൊണ്ടെടുക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അതിൽ ഇമ്പം കൂടുന്നത്, താല്പര്യം കൂടുന്നത്? എന്നാൽ സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഷഅബാനിൽ സുന്നത്തുണ്ട്. എന്താ ഷഅബാനിലെ സുന്നത്ത്? അതിൽ നോമ്പുകൾ നോൽക്കാന്നാണ്. അപ്പം അതിൻ്റെ മുമ്പ് നോമ്പ് നോൽക്കുന്ന ഒരാൾ 15-നും അതിനോട് തുടർന്ന് നോമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. പക്ഷെ അതിനായിട്ട് 15-നൊരു പ്രത്യേകത ഉണ്ട് എന്നിട്ട് അതിൻ്റെ പകലിലൊരു നോമ്പ് നോൽക്കലോ, അത് ഇല്ലാത്തതാണ്. പക്ഷേ ആളുകൾ അതിന് വാശി കൂട്ടുന്നു, അതിൽ താല്പര്യം കൂടുന്നു. എന്തുകൊണ്ട്? ബിദ്അത്ത് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ഇബ്ലീസിന് താല്പര്യമുള്ള സംഗതിയാണ്. ഇന്ന് ഒരു നോട്ടീസ് കണ്ട്, നോട്ടീസ്, ആ നോട്ടീസ് ആരിറക്കിയതാണ്? ഇവിടെ ഒരു വിതരണം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ആ നോട്ടീസിൽ എന്താ അറിയാമോ? 4 ദുആ എടുത്തിക്കണം. 4 ദുആ. റമദാൻ മാസം വന്നിട്ടുണ്ടെങ്കിൽ റമദാൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്, റമദാൻ്റെ മഹത്വങ്ങളും റമദാൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 4 ദുആ എടുത്തിട്ടുണ്ട്. ആ 4 ദുആയിൽ ആദ്യത്തെ 10-ൽ ചൊല്ലേണ്ട ദുആ, രണ്ടാമത്തെ 10-ൽ ചൊല്ലേണ്ട ദുആ, മൂന്നാമത്തെ 10-ൽ ചൊല്ലേണ്ട ദുആ, പിന്നെ വേറൊരു ദുആ.
ഇങ്ങനെ കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഒന്നാമത്തെ 10 ഒരു ദുആ, രണ്ടാമത്തെ 10 അങ്ങനെ ഒരു ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല, വന്നിട്ടില്ല, സ്ഥിരപ്പെട്ട് സഹിയായി വന്നിട്ടില്ല. അങ്ങനെ ഈ 4 ദുആയും കൊടുത്തിട്ട് നോമ്പിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് എഴുതിയാണ്. പക്ഷെ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്, അതതിലില്ല. അതെന്താ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലേ, ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറയുകയാണ്, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ, നിങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ മാപ്പേകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്, പാപങ്ങൾ പൊറുക്കുന്നതും മാപ്പാക്കുന്നതും നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അപ്പോൾ നീ എനിക്ക്, അതിനാൽ നീ എനിക്ക് മാപ്പാക്കണമേ, പൊറുക്കണമേ എന്ന അർത്ഥം വരുന്ന ദുആയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇതാണ് വർദ്ധിപ്പിക്കേണ്ടത്. ആ ദുആക്ക് ആ ലിസ്റ്റിൽ, ആ ലഘുലേഖയിൽ ഇടല്ല, അതിൽ അങ്ങനെ ഒരു ദുആ അല്ല. പിന്നെയോ സുന്നത്തില്ല, പിന്നെയോ സുന്നത്തല്ലാത്തതുണ്ട്. അതാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് കോപ്പികൾ അടിച്ചിട്ട് വലിയ ജിഹാദ് എന്ന പേരിൽ ആളുകളിൽ ചിലർ കൊണ്ടുനടക്കുന്നത്, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ, ബിദ്അത്തിനാണ് മാർക്കറ്റ്. അതിനാൽ സുന്നത്ത് തമസ്കരിക്കപ്പെടുന്ന ഒരു ദുരന്താവസ്ഥ സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണം? നമ്മൾ ശൈത്താൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശത്രുവിനെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതം ഇഖ്ലാസുള്ള ജീവിതമാക്കി പരിണമിപ്പിക്കുകയും ചെയ്യണം. ശൈത്താനെ ശത്രുവായി മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക, ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽവിലാസമാക്കുക. അള്ളാഹു നമ്മളോട് ശൈത്താനിൽ നിന്നൊരു കോട്ട കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ആ കോട്ട ദിക്റുകളാണ്, അത് നിർണിത വിറുതുകളാണ്. അത് നമ്മൾ നിത്യമാക്കുക ജീവിതത്തിൽ. ഇഖ്ലാസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ പറഞ്ഞതായിട്ട് തന്നെ പറഞ്ഞത്, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, അള്ളാഹുവിൻ്റെ ഇസ്സത്താണ് സത്യം, ഞാൻ ആദം സന്തതികളെ മുഴുവൻ പിഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, മുഖ്ലസീങ്ങളായ നിന്റെ ദാസന്മാരെ ഒഴിച്ച്, ഇഖ്ലാസുള്ള നിഷ്കളങ്കരും നിഷ്കപടരുമായ നിന്റെ ദാസന്മാരെ ഒഴിച്ച് അവരെ പിഴപ്പിക്കാൻ എനിക്കാവുകയില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകത അദ്ദേഹം അള്ളാഹുവിൻ്റെ മുഖ്ലസായ ദാസനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഇബ്ലീസ് പല രീതിയിൽ അദ്ദേഹത്തെ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പല രീതിയിൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ പലതും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചുറ്റുഭാഗങ്ങളിൽ തരപ്പെട്ടപ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരിശുദ്ധനായി ജീവിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാ? അള്ളാഹു പറയുകയാണ്, കദാലിക് ലിനസ്രിഫ അൻഹു സുഅ വൽ ഫഹ്ശ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. തിന്മയും നീചവൃത്തിയും യൂസുഫിൽ നിന്ന് തിരിച്ചുവിടപ്പെടുന്നതിന്, തെറ്റിക്കുന്നതിന് വേണ്ടി. കാരണം ഇന്നഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമ്മുടെ മുഖ്ലസീങ്ങളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് നിഷ്കളങ്കരായ നിഷ്കപടരായ ദാസന്മാരാവുക, ശൈത്താൻ ശത്രുവാണെന്ന് മനസ്സിലാക്കുക. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ശൈത്താനിനെതിരിലുള്ള കോട്ട കെട്ട്. അതെന്താ? യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, വആമുറുക്കും ബിദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനുള്ള ദിക്റിൽ കഴിയണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക് കമസലി റജുലിൻ തലബഹുൽ അദുവ്വു ഫി അസരിഹി സിറാഅ. ദിക്റിന്റെ ഉദാഹരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ഉപമയാണ്. ആ മനുഷ്യന്റെ ശത്രു ആ മനുഷ്യന്റെ പിന്നാലെ സ്പീഡിൽ അയാൾ അന്വേഷിച്ചു വരുന്നു. ഫദഖല ഹിസ്നൻ ഹസീനൻ, ശത്രു തന്റെ പിന്നാലെ സ്പീഡിൽ വരുന്നത് കണ്ട മനുഷ്യൻ ഒരു ശക്തമായ കോട്ടയിൽ പ്രവേശിച്ചു. ഫഅഹ്റസ നഫ്സഹു, അങ്ങനെ സ്വന്തം ശരീരത്തെ അയാൾ സുരക്ഷിതമാക്കി. കദാലികൽ അബ്ദ്, ഇപ്രകാരമാണ് ഒരു ദാസൻ, ലാ യഹ്റുസ് നഫ്സഹു മിനശ് ശൈത്താൻ ഇല്ലാ ബിദിക്രില്ലാഹ്, ശൈത്താനിൽ നിന്ന് സ്വന്തത്തെ സംരക്ഷിക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല, ഇല്ലാ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ടല്ലാതെ. അപ്പോൾ ശൈത്താനെ തൊട്ട് നമ്മൾ മറകെട്ടണം, കോട്ട കെട്ടണം, പ്രതിരോധം തീർക്കണം.
അതിനുള്ള ആയുധം, അതിനുള്ള വകുപ്പ് എന്താ? നമ്മൾ ദിക്റിൽ കഴിയുക എന്നുള്ളതാണ്. ശത്രുവിനെ പ്രതിരോധിക്കുവാൻ മനുഷ്യൻ കോട്ടയിൽ പ്രവേശിച്ച് അഭയം തേടുന്നത് പോലെയാണ് ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യനുള്ള കോട്ട അത് ദിക്റാകുന്ന കോട്ടയാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് തന്നെയും പറഞ്ഞത്, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നോളി, നേരം പുലരുവോളം ഞങ്ങൾ ശൈത്താന്മാർ ഞങ്ങളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതേപോലെ നമ്മളോട് ഇസ്തിആദത്തിൻ്റെ, രക്ഷാതേട്ടത്തിൻ്റെ, അഭയതേട്ടത്തിൻ്റെ സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുആവുകൾ, ദിക്റുകൾ, ഇസ്തിആദത്തിൻ്റെ വചനങ്ങൾ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇബ്ലീസാകുന്ന, ശൈത്താനാകുന്ന നമ്മുടെ മുഖ്യ ശത്രു, പ്രധാന ശത്രു, അതിനെതിരിൽ കോട്ട കെട്ടി സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ക്രമീകരിക്കുക. അതാണ് ഇവിടെ ഈ സമയം ഉണർത്തുവാനും ഉപദേശിക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും വലയുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അവരിൽ നിന്ന് നീക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അഫുവും ആഫിയത്തും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലുമുള്ള മുആഫാത്തും ദായിമയും നമുക്കും അവർക്കും നൽകി അള്ളാഹു അവരെയും നമ്മളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും, നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ റബ്ബിന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ ഒടുക്കത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.